ഹായ് ശശി വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ. ഒന്നുമില്ല, എനിക്ക് എന്നാലും മടിച്ചു പെണ്ണാണ്, അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ കൂടുതലായിട്ട് ഇടാറൊന്നുമില്ല. ആൻഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഈ ടൂറാണ്. വെച്ചാൽ ഞാൻ എല്ലാവരും ടൂർ പോകണമെന്ന് സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഒന്ന് ടൂർ പോയി. അപ്പോൾ ഇന്നലെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഇന്നലെ പ്ലാൻ ചെയ്തപ്പോൾ ശരിക്കും ആദ്യം ഒന്ന് പ്ലാൻ ചെയ്തു, ബട്ട് അത് ഫുള്ളായി, റൂം ഫുള്ളായി. അതുകൊണ്ട് തന്നെ ഞാൻ വയനാട് വേറൊരു റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് എന്തായാലും ഇപ്പോൾ രാവിലെ ഒരു 5:30 ഇറങ്ങണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 5:30 പോയി, എത്ര 6 ഒക്കെ ആയി. അപ്പോൾ ഇനി അങ്ങനെ നേരെ നമ്മളിങ്ങോട്ടാ നേരെ പോവായിരിക്കും. ആൻഡ് നമുക്ക് എന്നാലും പോകുന്ന കാഴ്ചകൾ കാണാം.
റിസോർട്ടൊക്കെ എന്നാലും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ പിന്നെ എന്താ എങ്ങനെയാ വെച്ചാൽ ഒരു സൂപ്പർ ബെഡാണ്. ബെഡ് ഞങ്ങൾ ആകെപ്പാടെ കേട് വെച്ചിട്ടുണ്ടല്ലോ. ആൻഡ് എല്ലാ ബാൽക്കണിയിൽ ഇവിടെ ഒരു എന്തുണ്ട്, ഒരു ബാർഡബ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുളിക്കുന്നത്. ആൻഡ് ഇന്ന് നേരെ ഓപ്പോസിറ്റ് സ്വിമ്മിംഗ് പൂളാണ്. ആൻഡ് അവിടെയാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ വരുന്നത്. ആൻഡ് സ്വിമ്മിംഗ് പൂളിൻ്റെ വീഡിയോസിൽ ഫസ്റ്റിനെ വന്നതാണ്. കുറച്ച് ഷോർട്ട് സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾ കണ്ടു എനിക്കറിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ ഇന്ന് ഒരു ഉച്ചക്ക് നമ്മളിവിടുന്ന് ഇറങ്ങും. ഇനി വീട്ടിലേക്കാണ് പോകുന്നത്. 1 ഡേ ടൂറാണ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വന്ന് ഇപ്പോൾ ഇന്നലെ രാത്രി ഒന്നും വീടെടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പം ഇനി കുറച്ച് കഴിഞ്ഞ് സിമ്പിൾ കറങ്ങുമ്പോൾ ഫുഡ് കഴിച്ചൊക്കെ വന്നിട്ടുള്ളൂ. ഇനി സിമ്പിൾ കറങ്ങും. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ആൻഡ് നമ്മൾ വാർഡബിലാണ് ബാത്റൂമിൽ. ആൻഡ് ഇനി എന്താ നമ്മൾ ഇറങ്ങും. പിന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പറഞ്ഞു. ഈ റിസോർട്ടിൻ്റെ പേരാണ് ഉദ്ദേശിച്ചത്. ഈ റിസോർട്ടിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ സപ്താണ് റിസോർട്ടിൻ്റെ പേര്. വയനാടാണ്. അപ്പോൾ ഇത് ഞാൻ വരാൻ നേരത്ത് ഫസ്റ്റ് എടുത്തപ്പോൾ ഞാനൊന്ന് പറഞ്ഞിരുന്നു റിസോർട്ടിൻ്റെ പേര് എനിക്ക് അറിയില്ല പറയുന്നത്. അപ്പം എനിക്ക് അറിയാമായിരുന്നു. ബട്ട് എനിക്ക് കൂടുതൽ ശരിക്കും മനസ്സിലായിരുന്നു. അപ്പം കാര്യം കാണിച്ചു കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മളിനി ഗോയിങ് ടു ഗുഡ്ലൂർ എന്നാണ് പറഞ്ഞത്. നേരത്തെ അങ്ങാളം ഗുഡ്ലൂർ പോകാനാണ് പറഞ്ഞത്. ഇനി പോകുന്നറിയില്ല. ഞങ്ങളങ്ങനെ ഇത് എന്താ നിങ്ങൾ ഇതും ഒന്നുമില്ല, ബസ്. And next we are going to go Gudla. Okay.